ലൈഫിൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള പ്രയാസം തഹസിൽദാർക്കറിയാം. അതിപ്പം വീട് അനുവദിക്കപ്പെടാനുള്ള പ്രയാസം ആ ലൈഫിൽ വരുന്ന ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഡേറ്റാ ബാങ്ക് ഇഷ്യൂട്ടാണ്. രണ്ട്, ഓൾറെഡി ഏതെങ്കിലുമൊക്കെ ബാങ്കിൽ ഇരിക്കുന്ന ലോൺ അതിന്റെ കാലാവധി കഴിയുമ്പോൾ അത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്നതിന്റെ പേരിൽ പുതുക്കാൻ കഴിയാത്ത സാഹചര്യം. പുതിയതായിട്ട് ഈ വസ്തു മാത്രമുള്ള ആളുകൾക്ക് അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ലോണോ വിവാഹത്തിനൊരു ലോണോ ഒക്കെ എടുക്കണമെങ്കിൽ അത് കഴിയാൻ പറ്റാത്ത സാഹചര്യം. അസുഖമുള്ള ലോണൊക്കെ കഴിയും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അഫക്റ്റഡ്. ഇവർ പറയുന്ന വാദം പ്രയോറിറ്റി ചെയ്യുന്നുണ്ട്. 1.5 വർഷമൊക്കെ ആയിട്ട് ഇവിടെ നടന്ന ചെരുപ്പ് കഴിയുന്ന ആളുകളുടെ സ്പെസിഫിക് കേസ് ഇതേമാതിരി സ്റ്റാൻഡിംഗ് നടക്കുന്ന ആളുകൾ പറയുക സ്പെസിഫിക് 1, 2, 3 എന്ന് പറഞ്ഞൊരു പേര് പറയുക. അപ്പോൾ ഇന്ന് ലൈഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം കാത്തിരിക്കുമ്പോൾ ഒരു വീടിന്റെ വീടിലേക്ക് എടുക്കുന്നു. അതെടുത്തിട്ട് പിന്നെ സാങ്കേതികതം പറഞ്ഞ് വീണ്ടും 5-6 വർഷമാണെങ്കിൽ മനുഷ്യന് വീട് അത്യാവശ്യമുള്ള കാര്യമില്ല. ഏതെങ്കിലും ഒരു കാലത്ത് വീട് കിട്ടിയിട്ട് കാര്യമില്ല. ഇന്നും വേണ്ടതല്ലേ വീട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് അടിയന്തരമായി ഗ്രഹിക്കണം. കണ്ണാടിയിൽ വ്യാപകമാണ്. കണ്ണാടിയിൽ കഴിഞ്ഞ